ഓണപരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുന്നിൽ ആകെ ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഓണപരീക്ഷ നിങ്ങളെ നന്നായിട്ട് പഠിക്കണോ, അതേ ഒരു ഓണപരീക്ഷ വെറുതെ ഒന്ന് തട്ടിക്കൂട്ടി പോയാൽ മതിയോ എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു പരീക്ഷ നിങ്ങൾ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ഒരിക്കലും കാണരുത്. ഇതൊരു മെയിൻ എക്സാം ആണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലോട്ട് വിചാരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് കുറെ മക്കൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ടായിരിക്കും, പുതിയ സിലബസ് ആയിരിക്കും. അപ്പൊ പുതിയ സിലബസ് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ പോലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, അതിനുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓണപരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആ ഒരു ചൂടോടെ തന്നെ കണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ എക്സാം, അതായത് നിങ്ങൾക്ക് വരുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി നിങ്ങൾ ഓണപരീക്ഷയിൽ ഒരു 3-4 ചാപ്റ്റർ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ പോലെ മാത്രം ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതിയായിരിക്കും. അപ്പൊ ആ ഒരു 4 ചാപ്റ്റർ ആണെങ്കിൽ ആ ഒരു 4 ചാപ്റ്റർ പക്ക പെർഫെക്റ്റ് ആയിട്ട് തിയറി ആയി കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാലും കൃത്യമായിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ച് നിങ്ങൾ ഓണപരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര പഠിച്ചാൽ മതിയോ, അതോ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കണോ, അതോ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണോ, ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഓണപരീക്ഷ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നിങ്ങളുടെ ഡിസംബർ എക്സാംസ് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആയി കഴിഞ്ഞാലും ആനുവൽ എക്സാം ആയി കഴിഞ്ഞാലും നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുക്കണം, നിങ്ങളെ തന്നെ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയായിരിക്കും ഈ ഒരു ഓണപരീക്ഷ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ തന്നെ മക്കൾ എല്ലാവരും തയ്യാറെടുക്കുക. സോ നമുക്ക് ഈ ഒരു ഓണപരീക്ഷയ്ക്ക് കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരിക്കും. സോ ഓരോ ചാപ്റ്റേഴ്സിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതി, അതായത് നമ്മൾ എത്ര പഠിച്ചു എന്നതിലല്ല, പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, ഈ കാര്യം കൂടി നമ്മുടെ ഓണം എക്സാമിന് മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ഓണം എക്സാം ആണല്ലോ എന്ന് വിചാരിക്കരുത്. ഓണം എക്സാം ആണ്, അതൊരു മെയിൻ എക്സാം തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ എങ്ങനെ പഠിക്കണം, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ, ആ കാര്യത്തിലൊന്നും എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സസ് കൂടാതെ തന്നെ കണ്ടന്റ് വീഡിയോ, കോൺസെപ്റ്റ് വീഡിയോ, ഷോർട്സ്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ വേഗം പോയി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓണം എക്സാമിന് ഇനി വളരെ കൂടുതൽ സമയം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ഇതുകൂടാതെ തന്നെ ഓണപരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓണപരീക്ഷ എക്സാം വിന്നറിനൊപ്പം പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, യെസ് റെഡി ആണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക.